സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മോതിരക്കണ്ണി ബാലികുളത്ത് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലിയുടെ നേതൃത്വത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ 17.5 ലക്ഷം രൂപ മുടക്കി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കൊച്ചുഭവനം സുന്ദര ഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽ ദാനം നടത്താനുമായി എത്തിയതായിരുന്നു അദ്ദേഹം. ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്നത് മുൻഗാമി കർദിനാൾ വർക്കി വിധേയത്തിലിന്റെ കാലം മുതലെടുത്ത തീരുമാനമാണ്. 35 രൂപതകളിൽ 34ലും തീരുമാനം പ്രാവർത്തികമാക്കി. എല്ലായിടത്തും നടപ്പിൽ വരും. എപ്പോൾ വരുമെന്നോ എങ്ങനെ വരുമെന്നോ പറയാൻ സാധ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില പള്ളികളിൽ നടക്കുന്ന പ്രതിഷേധം ജീവിതത്തിന്റെ ഭാഗമായുള്ള സംഘർഷങ്ങളായി കണ്ടാൽ മതിയെന്നും സംഘർഷങ്ങളെ സംഘടനകളാക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീട് വെഞ്ചരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ നിലപാട് നമ്മൾ വർഷങ്ങളായിട്ട് ആലോചിച്ച് എൻ്റെ മുൻഗാമിയായിരുന്ന മേജറാം ബിഷപ്പിൻ്റെ കാലം, കർദിനാൾ വർക്കി വിധേയത്തിൻ്റെ കാലം മുതലേ എടുത്ത ഒരു തീരുമാനമാണ്. അതിപ്പോൾ 35 രൂപതകളിൽ 34ലും പ്രാവർത്തികമായി കഴിഞ്ഞു. ഒരിടത്ത് മാത്രമായിട്ട് നമുക്ക് അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ സാധിക്കുകയില്ല. മലബാർ സഭയുടെ കൂട്ടായ്മയും എല്ലായിടത്തും ഒരുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണമെന്നുള്ളതിൻ്റെ ഒരു തീരുമാനമാണത്. അതുകൊണ്ട് നടക്കും, വരും, എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സംഘർഷങ്ങളെയും ഒക്കെ നമ്മൾ കാണണം. സംഘർഷങ്ങളെ സംഘടനകളാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാലും ജീവിതത്തിൽ എപ്പോഴും പല അഭിപ്രായങ്ങൾ, പല രീതിയിലുള്ള സംവാദങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. നടക്കുന്ന ഒരു സമയമായിട്ട് ഇതിനെ എടുക്കുക. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മുൻ MP ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷനായി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി, സനീഷ് കുമാർ ജോസഫ് MLA, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ജെയ്സൺ മാണി, ഫാദർ ബിജു പാറപ്പുറം, സിസ്റ്റർ ഐറിൻ ഇട്ടിച്ചൻ, KS അശോകൻ, VO പൈലപ്പൻ, CBK തോമസ്, ഡസ്റ്റിൻ താക്കോൽക്കാരൻ, ജോർജ് V ഐനിക്കൽ, ആനി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നുവെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുള്ളൂ. നിങ്ങളോട് പറയുന്നു, ഏത് കൊച്ചു ഗ്രാമത്തിലുള്ള ആളുകളും ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി നിവാസികളോടൊപ്പം പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ദൈവത്തിനു മുമ്പിൽ നാം എല്ലാവരും സമന്മാരാണ്. വികാസത്തിലൂടെയാണ് നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു പദവിയിലേക്ക് ഉയരുന്നത്. സ്നേഹം, ഈ സ്നേഹം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വരികൾ നമ്മൾ മനുഷ്യരല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമുക്ക് മാതൃകയായിട്ട് നിൽക്കേണ്ടത്. ഇതാണ് നമുക്ക് സമൂഹത്തിൽ
വലിയ ഈശ്വര സാന്നിധ്യത്തിൻ്റെതായ ഒരു പ്രവർത്തനം കൊടുക്കാൻ സാധിക്കുന്നു.